UDF തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. UDFന് തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഡീൽ ആരോപണങ്ങൾ മാത്രമല്ല വികസനങ്ങളും ചർച്ചയാകണമെന്നും VD സതീശൻ പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും. UDF പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. വളരെ ചെറുപ്പമാണ്. പക്ഷേ ഇല്ല, അത് ഞാൻ ഏറ്റെടുക്കുക. ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഞാനായിരിക്കും അതിന്റെ ഉത്തരവാദി. ഞാനാണ് ഇത് ക്രെഡിറ്റ് അല്ല. വിജയിക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെയും ക്രെഡിറ്റ് ഉണ്ട്. വിജയിക്കുമ്പോൾ ഞാൻ മാത്രമായിരിക്കും എന്റെ ഉത്തരവാദി. ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ ഇടയിലും എന്നെ വനവാസത്തിൽ അയക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതുപോലെ തന്നെ അസംബ്ലിയിൽ വന്നില്ലെങ്കിൽ അസംബ്ലിയിൽ ജയിച്ചില്ലേ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി നിങ്ങളോട് ഞാൻ പറയാം. അവസാനത്തെ പത്രസമ്മേളനം. UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല എന്നുകൂടി VD സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. കളക്ടീവ് ലീഡർഷിപ്പാണ് UDFനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടകയിലും തെലങ്കാനയിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചല്ല ജനവിധി തേടിയതെന്നും VD സതീശൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരു രീതിയുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ്. കർണാടകത്തിലെ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടി. തെലങ്കാനയിൽ വലിയ വിജയം നേടി. അവിടെയൊന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടല്ല ചെയ്തത്. ജയിച്ചു വന്നപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി, അപ്പുറത്ത് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. അത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. അത് കരുണാകരനും ആന്റണിയും ഉള്ള കാലത്തും ആന്റണിയും ഉമ്മൻചാണ്ടി രമേശും ഉള്ള കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു രീതി. മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് താനല്ല KC വേണുഗോപാൽ എന്ന പ്രതിപക്ഷ നേതാവ്. മുഹമ്മദ് ഷിയാസ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞതെന്നും VD സതീശൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാനല്ല CEC-യിൽ ഷിയാസിനെ അവതരിപ്പിക്കുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരിൽ ഒരാളാണ്. വളരെ പോപ്പുലറാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അവിടെ അദ്ദേഹത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയും. ഒരു സെക്യുലർ വോട്ട് കംപ്ലീറ്റ് നേടാൻ കഴിയുന്ന കാൻഡിഡേറ്റാണ്. ബാക്കി ഇതേ സതീശൻ പറയും, സതീശൻ്റെ DCC പ്രസിഡന്റാണ്, സ്വന്തം DC പ്രസിഡന്റാണ് എന്ന് പറയും. ഞാൻ ബാക്കി ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യം. MPമാരുടെ മത്സര കാര്യം കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സജീവ ചർച്ചയായതാണ്. MPമാർ മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കണമെന്ന് KPCC ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. MPമാർ മത്സരിച്ചാൽ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ പൊതുജനങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്നത് പ്രധാനമാണ്. മാധ്യമങ്ങൾ ശൂന്യതയിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കിയെന്നും VD സതീശൻ വിമർശിച്ചു. MPമാര് മത്സരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞങ്ങളല്ല തീരുമാനിക്കും. AICC നേതൃത്വത്തോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു തീരുമാനം എടുത്ത് പറയണം. അപ്പൊ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. തീരുമാനം എടുത്തത് രണ്ടാമത്തെ ദിവസം രാത്രിയാണ്. ആദ്യത്തെ ദിവസം വാർത്ത സുധാകരനും അടൂർ പ്രകാശനും സീറ്റ്. ആര് തീരുമാനിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കുക. രാത്രി 11 മണിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് ഞങ്ങൾ CEC കൂടുമ്പോഴാണ് അദ്ദേഹമാണ് പറയുന്നത്, ഞങ്ങളുടെ തീരുമാനം MPമാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നത്. അതുവരെയുള്ള വാർത്ത എവിടെ നിന്നാണ്? ആ വാർത്ത ആകാശത്ത് നിന്ന് ഇങ്ങനെ പണ്ട് ചില സ്വാമിമാരിങ്ങനെ ഭസ്മം ഉണ്ടാക്കൂലേ, അതുപോലെ ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്ന വാർത്തയാണ്. അല്പസമയത്തിനകം വിപിൻ C. വിജയൻ ഈ അഭിമുഖത്തിന്റെ വിശദാംശങ്ങൾ നൽകും. VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 100-ലേറെ സീറ്റുകളിൽ UDF വിജയിക്കുമെന്നുള്ളതാണ്. 100-ലേറെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തോറ്റാൽ അതിന് ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും എന്നുകൂടി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ വ്യക്തമാക്കുന്നു. വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്ന സമയത്ത് സജീവ ചർച്ചയായ വിഷയങ്ങളിലൊക്കെ VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. MPമാരുടെ മത്സര കാര്യത്തെ ചൊല്ലിയാണ് കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടായത്. അത് ഡൽഹി വരെ നീളുന്നത് കണ്ടതാണ്. ആ വിഷയത്തിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. MPമാരുടെ മത്സര കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വിപിൻ C. വിജയനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഈ 100-ലേറെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ച അതേ ആത്മവിശ്വാസം അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ അഭിമുഖത്തിൽ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു VD സതീശൻ? വിപിൻ,
ഉന്മേഷ്, നിലവിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം തന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്നത്തെ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. 100 സീറ്റ് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതല്ലെങ്കിൽ തിളക്കമാർന്ന ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഡീൽ വിവാദം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതാണ്. CPM BJP തമ്മിലുള്ള ഒരു ഡീലാണ്. പക്ഷേ അണികൾക്ക് അതിൽ അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിജയിക്കില്ല എന്നുള്ളത് കൂടി പറയുകയാണ്. മറ്റൊന്നുള്ളത്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നു, ഒപ്പം തന്നെ മാസപ്പടി കേസിൽ ഒരു നടപടിയും മുന്നോട്ട് പോകുന്നില്ല, മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നില്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. CPM-നെ അത്തരത്തിൽ അദ്ദേഹം ഒരു പ്രതിക്കൂട്ടിലാക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. കെ സുധാകരൻ ഒരു സഹോദര ബന്ധമാണ്. ഈ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരുന്നു. അത് കേരളത്തിൽ നിന്ന് എടുത്ത ഒരു കാര്യമല്ല. ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസ് തന്റെ നോമിനിയല്ല. മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കണം, കൊച്ചി മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്നുള്ളത് KC വേണുഗോപാലാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു വിജയം കണക്കാക്കുന്നു. അതിനൊപ്പം തന്നെ എങ്ങനെയാണ് ഇനി ഖജനാവ് ഇപ്പോൾ കാലിയാണ്, ഖജനാവ് എങ്ങനെ നിറയ്ക്കണം എന്നതിനെ സംബന്ധിച്ച് UDF-ന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയുണ്ട്. ഈ ഭരണ വരികയാണെങ്കിൽ ഇനി ഇപ്പോൾ 10 വർഷം ഭരണത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇനി നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയായിരിക്കും. ഡീലിൽ നിന്ന് മാറി തന്ത്രം അത് വികസനത്തിലേക്ക് UDF മാറ്റുന്നു എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയാണ്. തീരദേശം, റോഡ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇനി കടക്കും എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.